ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ സീസൺ 17 ഡേ 31 റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാലും വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. ഇന്നലത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരീടൻ ടാസ്കിൻ്റെ ഒരു കണ്ടിന്യൂഷനും പിന്നെ ആര്യനും നെവിനും അനുവിനും കിട്ടിയ കുറച്ച് പണികൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ മോർണിംഗ് ഡാൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ്സിന് പണിപ്പുര കയറാൻ വേണ്ടി ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചൊരു വ്യത്യസ്തതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ്റെ ഒരു സഹായിക്കും അകത്ത് കയറാം ഈ വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ. എന്നിട്ട് ഇവരെ നമ്മുടെ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പാക്കേജസ് ഒക്കെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവരെ കണ്ണ് പൊത്തി കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ബസ്സറടിക്കുമ്പോൾ സാധനം എടുക്കണം. എന്നിട്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് അതായത് ഈ കണ്ണടിച്ചുകൊണ്ട് തന്നെ സാധനം എടുത്തിട്ട് അതേപോലെ തന്നെ അടുത്ത ബസ്സിന് പുറത്തിറങ്ങണം. അപ്പം ക്യാപ്റ്റന് നെവിന് ബിന്നിയാണ് സഹായിയായിട്ട് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആദ്യമകത്ത് കയറി ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ തന്ത്രപൂർവ്വം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവർ അകത്ത് കയറി നെവിനും ഇവരും എല്ലാവരും കാണിക്കുന്നു. എന്നിട്ട് ഇവരെ കണ്ണുകുത്തുന്നു. എൻ്റെ ഇടയ്ക്കാണ് നെവിനും ബിന്നിയും കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. കാരണം ഇവരെ എടുത്ത് കഴിഞ്ഞാൽ ഇവർക്കല്ലേ പണി കിട്ടുന്നത്. അപ്പോൾ എടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്. പക്ഷേ ഇവർ കറക്റ്റായിട്ട് കുറച്ചൊരു ലേസിയായിട്ട് കളിച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ മറ്റേ ഈ വൈൽഡ് കാർഡ്സിന് ഒത്തിരി സാധനങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 12 സ്മോൾ ബോംബ് കിട്ടി. അപ്പം അക്ബർ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനെ ബിന്നിയെയും വഴക്ക് പറയുന്നുണ്ട്, നിങ്ങളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കളിക്കാത്തതുകൊണ്ടാണ്. അപ്പം നെവിനാണെങ്കിൽ അത് പിന്നീട് വെച്ചിട്ട് നെവിൻ പറയുന്നുണ്ട് ഞാൻ അടുത്ത തവണ വേറൊരു സഹായിയെ വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പണിയായിട്ട് പറഞ്ഞത് ഫുൾ ഡേ ഒരു 1 ഡേ ഫുള്ള് സൈൻ ലാംഗ്വേജിൽ സൈൻ ലാംഗ്വേജ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്തത് നെവിനെ. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ നെവിൻ്റെ കൂട്ടത്തിൽ ഒരാളെ കൂടെ സെലക്ട് ചെയ്താൽ നമ്മുടെ ചേരുമ്പടി ടാസ്കിൽ അനുമോളും ജിസയിലും ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ആരിലും ഒരാളെ കൂടെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അനുമോളെ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ നെവിനും അനുവും ഫുൾ മറ്റേ മിണ്ടാതെ നടക്കുകയാണ്. അപ്പന് പുറകെ പോയി വെറുതെ പുള്ളിക്കാരിനെ പോയി ചൊറിയുന്നുണ്ട്. നീ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ പോയി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുവിന് പുറകെ പോയി ചൊറിയുന്നതാണ്. പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുവാണെങ്കിൽ പിന്നെ ആരുടെ അനീഷിൻ്റെ അടുത്തൊക്കെയാണെന്ന് തോന്നുന്നു പാച്ചിക്ക് 6 വയസ്സായെന്നോ 6 വയസ്സാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട് കാണിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് പ്ലാച്ചി എടുത്ത് എറിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അനുമോൾ ദേഷ്യപ്പെട്ടൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മറ്റേ കിരീട യുദ്ധ ടാസ്കിൻ്റെ 2ാം ഘട്ടമാണ്. അപ്പോൾ അത് ഈ ഘട്ടത്തിൽ 2 തൊപ്പികൾ പിടിച്ചെടുക്കണം. അപ്പോൾ ഇത് തൊപ്പി എടുത്തിട്ട് അതിനകത്തിൽ ആ ബോക്സിനകത്ത് കൊണ്ടുവന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനകത്തൊന്നും പോയി എടുക്കാൻ പറ്റത്തില്ല. ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല, തന്ത്രപൂർവ്വം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിപൂർവ്വം കളിക്കണം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തലേദിവസം രാത്രിയിലേറ്റോ ഈ നെവിൻ്റെ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ റെനയൊക്കെ അടിച്ചു മാറ്റിയായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം ക്യാപ്റ്റന് തൊപ്പി വേണം ആ ടാസ്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു യുദ്ധം പോലെയാണ് നടക്കുന്നത്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഓടുന്നു, എല്ലാവരും ഓടുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, പിടിക്കുന്നു. അക്ബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ രേണുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ജിസേലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിടക്കെ കയറി ഓടുന്നുണ്ട്. ജിസേലിൻ്റെ തൊപ്പി പോകുന്നു, രേണുവിൻ്റെ തൊപ്പി പോകുന്നു. അപ്പോൾ അത് രണ്ടും അവർ പോയി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് റെനയും പിന്നെയും തമ്മിൽ ഒരു അടി കാണിക്കുന്നുണ്ട്. റെന പറയുന്നുണ്ട് പല്ലടിച്ച് പൊട്ടിക്കുമെന്ന്, പിന്നീട് പല്ലടിച്ച് പൊട്ടിക്കുന്നു ഒക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയും ജിഷിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടീമിനെ നെവിനാന്ന് തോന്നുന്നു അവരുടെ കൂടെ ഉള്ളത്. അപ്പം പ്ലാൻ ചെയ്യുന്നുണ്ട് നെവിനെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ എന്നെപ്പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കളിയുടെ ഇടയ്ക്ക് പ്രവീണും അക്ബറും കൂടെ അടിയുണ്ടായിട്ട് അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അക്ബറും കണ്ട് തള്ളുവന്നുകൊണ്ട് ചെയ്തപ്പോൾ അത് പുള്ളി അറിയാതെ ചെയ്തത്. അതിനെപ്പറ്റിയൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീം അക്ബർ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരേ ഉള്ളൂ. കാരണം പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് മറ്റേ രേണു പോകുന്നത്, അല്ലാതെ രേണു സ്വന്തമായിട്ടൊരു ഗെയിമില്ല, രേണു ഒന്നും ഇത് ചെയ്യില്ല. അതായത് എപ്പോഴും അക്ബർ ഈ തലയിൽ തൊപ്പിയും കൊണ്ട് കൂടെ രേണുവിനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനു ആണല്ലേ നമ്മുടെ ക്യാമറയോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പാനെ അതിൻ്റെ പുറകെ വന്നിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നു. അപ്പം അനു എന്തൊക്കെയോ ഒരു മന്ത്രമൊക്കെ ചൊല്ലുന്നവരൊക്കെ കാണിക്കുന്നത്. അപ്പം അപ്പാനെ പോയി ഒളിക്കുന്നുണ്ട്, പാവ തട്ടിയിടുന്നുണ്ട് എന്തൊക്കെയോ. അന്നേരം അപ്പാന് പറയുന്നുണ്ട് വലിയ ക്യൂട്ട്നെസ്സും ബൊമ്മക്കളിയൊന്നും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിവിനും മസ്താനിയും മറ്റേ ഈ നമ്മുടെ നെവിനെ ഇത് പറയുന്നുണ്ടല്ലോ, മറ്റേ നെവിനും മസ്താനിയും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇത് ടാസ്കിൻ്റെ കാര്യം മറന്നുപോയോ, നെവിനാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചു മസ്താനിയോട്, നെവിൻ മിണ്ടാതിരിക്കേണ്ടതിന് വരെ സംസാരിച്ചു.
കഴിഞ്ഞിട്ട് എന്താ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് നന്ദിയില്ലാത്ത ആളാണ് അനുമോൾ, അത് കാരണം എന്തോ ഇവർക്ക് വേണ്ടിയാണ് എല്ലാവരുടെ അടുത്തും ഞാൻ വഴക്കുണ്ടാക്കി, പക്ഷേ അനുമോളാണെന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ ഇടയ്ക്ക് എന്തോ മനഃപൂർവ്വം മാന്തി പറിച്ച മുറിവുണ്ടാക്കി എന്നൊക്കെയാണ് ഷാനവാസ് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. മനഃപൂർവ്വം മുറിവുണ്ടാക്കി, അതായത് പ്ലാച്ചി എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തോ മനഃപൂർവ്വം മുറിവുണ്ടാക്കി എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ഇവളാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്യൂട്ട്നെസ്സും പാവക്കുട്ടി നാടവും നിൻ്റെ കൈ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. ഈ അടുത്ത് പറയുന്നതൊക്കെ മറ്റേ KP നമ്പൂതിരിസിൻ്റെ ഡെന്റൽ ടാസ്ക്കാണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ആർക്കാണെങ്കിൽ പല്ല് നല്ലതാണെന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് ജിസയിലാണ് വിജയിച്ചത് ആ ടാസ്കിൽ. പിന്നെ അനു, ആര്യന്, നൂറ, അതിൽ ഇവരൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. അപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടൻ കയറി വരുന്നു. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ടെല്ലാം വന്നിട്ട് നെവിൻ്റെ പുറകെ പോകും. നെവിൻ്റെ അടുത്ത് വരുന്നു. നെവിനാണെങ്കിലും നെവിൻ്റെ ക്യൂട്ട്നെസ് ഇട്ടിട്ടുള്ള കരച്ചിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണിക്കുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നീ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്പൈക്കോട്ട് പുറകെ വരുന്നത് എന്താണെന്ന് പറയാൻ പറയും. അപ്പം പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റിൽ സ്പൈക്കോട്ടിനാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂം വഴി ഇറക്കി വിടാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ നെവിനാണെങ്കിൽ സ്റ്റോർ റൂം വഴി സ്പൈക്കോട്ടിനെ ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ സ്പൈക്കോട്ടൻ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഉറങ്ങുന്നുണ്ട്, കള്ളത്തരം കാണിക്കുന്നുണ്ട്, അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് സ്പൈക്കോട്ടൻ വന്നിരിക്കുന്നതെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങുന്നവരെ കാണാൻ വേണ്ടിയൊന്നുമല്ല മറ്റേ പ്രേക്ഷകരിരിക്കുന്നതെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ നെവിനാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് കൊടുത്ത ശിക്ഷയാണെന്നുണ്ടെങ്കിൽ ചെയ്തില്ലല്ലോ, ഏതാ സംസാരിക്കാതിരിക്കാനുള്ളത് മസ്താനിയുടെ അടുത്ത് സംസാരിച്ചല്ലോ. അപ്പോൾ നെവിൻ്റെ ശിക്ഷയായിട്ട് 100 തവണ മറ്റേ ഗാർഡൻ ഏരിയയിൽ ഓടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ തുടർക്കഥ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് മറ്റേ വൈൽഡ് കാർഡിന്. അപ്പോൾ ഈ തുടർക്കഥ എന്ന് പറയുന്ന സാധനം വൈൽഡ് കാർഡ്സിനുള്ളത്. അപ്പോൾ അവർ 5 പേരുണ്ടല്ലോ, 5 പേരും കഥ പറയണം. അപ്പോൾ കഥ പറഞ്ഞ് ഇതിനകത്തിൽ ഒരാളെ ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് സെലക്ട് ചെയ്യാം. 3 ദിവസമായിട്ടാണ് കഥ പറയേണ്ടത്. 3 ദിവസമായിട്ട് കഥ പറയണം. അത് കണ്ടിന്യൂസ്, അതായത് 10 മിനിറ്റ് ആയിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. അപ്പം ഇവർക്കാണെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമൊന്നുമില്ല. ഈ 5 പേർക്കും എത്ര സമയം വേണമെങ്കിലും എടുത്തിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കണം നാളെ കഥയായിട്ട് പറയേണ്ടത്. അങ്ങനെ 3 ദിവസമുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് വീട്ടുകാർക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടും. പക്ഷേ ബാക്കി 4 പേർക്കും ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ടാസ്ക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രവീൺ കഥ പറയുന്നു, ജിഷീന്, മസ്താനി, സാവുമാന്, ലക്ഷ്മി എല്ലാം ഓരോരുത്തരായിട്ട് വന്നിട്ട് കഥ പറയുന്നു 10 മിനിറ്റിലേക്കുള്ളത്. പിന്നെ അനുവിനെ ജിസയിലേയും ജയിലിലടയ്ക്കാൻ പറയുന്നുണ്ട്. അവരെ ജയിലിലടയ്ക്കുന്നുണ്ട്. മസ്താനിയും ജിസയിലുമായിട്ട് മറ്റേ നെവിന് ഇരിക്കുക. അപ്പം മസ്താനിയുടെ ഇൻ്റർവ്യൂ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അന്നേരം നെവിനാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ജിസയിൽ വരുന്നതായിട്ട് മസ്താനി ചോദിക്കും. അപ്പം ജിസേലിനെ പോലെ നെവിനെ അഭിനയിച്ച് കാണിക്കും, മറ്റേ മാൻഡ്രസങ്ങളൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോളുടെ ആയിരുന്നു ഭയങ്കര രസമായിട്ടുള്ള കറക്റ്റായിട്ട് കാണിച്ച് കുറേ സംഭവം, മറ്റേ പാവക്കുട്ടിയുടെ സംഭവം, പല സംഭവങ്ങളും കൂടെ പറഞ്ഞിട്ട് നെവിൻ നന്നായിട്ട് അത് അനുകരിച്ച് കാണിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് അനുവും ജിസയിലും ജയിലിലാണല്ലോ, പിന്നെ ഒഴേക്ക് വരുന്നു. അപ്പം മറ്റേ ബിന്നു പറയുന്നുണ്ട് അനുവാണെന്നുണ്ടെങ്കിൽ ആര്യനുമായിട്ട് ഫ്ലർട്ട് ചെയ്തിട്ടുണ്ട്. ശൈത്യയുടെ അടുത്ത് ഇങ്ങനൊരു ഇതിനെപ്പറ്റി അനു പറഞ്ഞത്. അനുവിന് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനൊന്നുമില്ലായിരുന്നു. അപ്പം ജിസയിൽ അവർ രണ്ടുപേരും കൂടെ അനുവിനെ കൊണ്ട് അത് പറയിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിൻ്റെ ശിക്ഷയാണ്. രാത്രി ഓടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ അവിടെ നിന്ന് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മറ്റേ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ മത്തങ്ങത്തലയെന്നൊക്കെ വിളിച്ചിട്ട് ഓടുന്നുണ്ട്. കുറച്ച് 10 റൗണ്ട് ഓടി കഴിയുമ്പോൾ ബിഗ് ബോസ് ഇളവ് കൊടുക്കുന്നുണ്ട് നെവിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസയിലും ആര്യനും ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അതായത് ആരും പറയുന്നത് ഇതുവരെയുള്ള ഗെയിം അതേപോലെ കണ്ടിന്യൂ ചെയ്യണം, അവരിപ്പോൾ വൈൽഡ് കാർഡ്സ് പറയുന്നതനുസരിച്ച് നമ്മൾ മാറ്റാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിലാണ് ആര്യ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസും ആദിലയും തമ്മിൽ ഡിസ്കഷനാണ് അനുവിനെ പറ്റിയുള്ളത്. അപ്പോൾ അനുവാണെന്നുണ്ടെങ്കിൽ ശൈത്യനെ ഇത് ചെയ്ത പോലെ തന്നെ എന്നെയും ഇത് ചെയ്യുന്നുണ്ട്. ഞാനാണ് നൂറയെ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല എന്ന് ആദില പറയുന്നുണ്ട്. അവൾ അവളുടേതായ ഗെയിം, ഇൻഡിവിജ്വൽ ഗെയിമല്ലേ, അവൾ അങ്ങനെ കളിക്കട്ടെ. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്ത് കെട്ടുന്നാൽ മതി എന്നുണ്ട്. മറ്റേ ചെകുത്താനും കടലിനും നടുക്ക് പെട്ടുപോയുള്ള അവസ്ഥയാണെന്നൊക്കെ ആദില പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഓരോരുത്തരെ എങ്ങനെ പിടിക്കുന്നതിൻ്റെ പകരം ഇവർ ഗൂഢാലോചന ചെയ്യുവാണ് അങ്ങോട്ട് അപ്പുറേ ടീമിൻ്റെ മറ്റേ ഹൗസ്മേറ്റ്സിനെ എതിരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ എങ്ങനെ പിടിക്കാമെന്നുള്ളത് ഷാനവാസിൻ്റെ എങ്ങനെ ചെയ്യണം, ശൈത്യയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലാസ്റ്റിൽ ഓരോരുത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം ശൈത്യയാണെന്നുണ്ടെങ്കിൽ 2 വീക്ക് അവിടെയൊക്കെ ഒരുങ്ങിയൊക്കെ നിന്നോട്ടെ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. രേണുവിനെ പിന്നെ ഗെയിമേ അറിയില്ല, പിന്നെ പുള്ളിക്കാരിനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ എപ്പിസോഡ് അങ്ങനെ പോയി. അതൊരു നമുക്കൊരത്ര ഒരു എൻഗേജിങ് ആയിട്ടുള്ളൊരു വലിയ എപ്പിസോഡൊന്നും അല്ലായിരുന്നു. ആകെ അതിനകത്തിൽ കണ്ടന്റ് കൊടുക്കുന്നത് നെവിന്, അനു, അങ്ങനെ പിന്നെ ആ ഒരു വീക്ക്ലി ടാസ്കിൻ്റെ കുറച്ച് അടി കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്